കിടിലൻ രുചിയിൽ ചാള മീൻ കറി തയ്യാറാക്കിയാലോ? അതിനായിട്ട് ചട്ടി എടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഉലുവ ഇടുക. ഉലുവ ഇതുപോലെ ബ്രൗൺ കളറായി മൂത്തതിന് ശേഷം വേണം നമ്മൾ ഉള്ളി ഇടുവാനായിട്ട്. ഉള്ളി നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നവരുണ്ട്, എന്നാൽ ഉപ്പ് ചേർക്കരുത്. കാരണം നമ്മൾ പൊടികളിട്ട് മൂപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ആ പൊടികളെല്ലാം ചുമന്ന് മൂത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയിൽ ഉപ്പിടാൻ പാടില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതെല്ലാം വാടി വരുമ്പം തക്കാളി ഇടുക. ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി കുറച്ച് നേരം ചെറു തീയിൽ അടച്ചു വെച്ച് കഴിയുമ്പോൾ ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരും. കുറച്ച് തക്കാളി മിക്സിയുടെ ജാറിലേക്ക് പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചൊഴിക്കുക. ഇതിലേക്ക് പച്ചമുളക് നമുക്ക് കീറിയിടാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മൾ ഒഴിച്ച ഈ തക്കാളിയുടെ പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയം വേണം പുളി ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇത് നന്നായിട്ട് മൂത്താണ്. ഈ പൊടികൾ മൂത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം കുറച്ച് ഒഴിക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ചുമന്ന നിറത്തിൽ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം വേണം. എത്രത്തോളം നിങ്ങൾക്ക് മീൻ കറിക്ക് ചാറ് വേണോ അത്രയും വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചാള ഈ മീൻ കറിയിലേക്ക് നമുക്ക് പറക്കിയിടാം. അതിനുശേഷം നമ്മൾ ഇളക്കുവാനായിട്ട് നിൽക്കരുത്. ഇതുപോലെ തവി ഒന്ന് വെച്ച് ജസ്റ്റ് എല്ലാം ഒന്ന് മുങ്ങുന്ന പാകത്തിൽ ഒന്ന് അമർത്തി കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് ചാളക്കറി വെക്കേണ്ടത്. നല്ല കിടിലൻ രുചിയാണ്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളിയെല്ലാം നോക്കുക. അവസാനം കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റിലുള്ള മീൻ കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത വീഡിയോസായിട്ട് ഓടി കൂട്ടുകാരെ.